നമുക്കറിയാം ഹിന്ദു വിശ്വാസമനുസരിച്ച് 3 യുഗങ്ങളാണുള്ളതെന്ന് നമുക്കറിയാം. കൃതയുഗം, തേത്രായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് 4 യുഗങ്ങളാണുള്ളത്. അതിൽ ദ്വാപരയുഗം നിങ്ങൾക്ക് ഫെമിലിയറാണ്. കൃഷ്ണൻ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് ദ്വാപരയുഗം. ആ ദ്വാപരയുഗത്തിൻ്റെ ഏകദേശം അവസാന കാലഘട്ടങ്ങളിൽ ആണ് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം നമ്മൾക്കെല്ലാം അറിയാം, കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവർ വിജയികളാവുന്നു, കൗരവരെ മുഴുവൻ നശിപ്പിക്കുന്നു. തുടർന്ന് കൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് മടങ്ങുന്നതായിട്ട് നമുക്കറിയാം. ആ കൃഷ്ണൻ ദ്വാരകയിൽ എത്തി കുറേ കാലം കഴിഞ്ഞപ്പോൾ യാദവർ മദ്യപാനികളും സുഖലോലുപന്മാരുമായി തീരുന്നു. തുടർന്ന് അവർ ഒരു ദിവസം കുറേ സപ്തർഷികൾ ഒരു ദിവസം ദ്വാരകയിൽ സന്ദർശനത്തിന് വന്നപ്പോൾ ഈ മദ്യപിച്ച് നിന്ന ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? സാമ്പൻ എന്ന് പറയുന്ന ഒരു യാദവനെ ഒരു ഗർഭിണിയുടെ വേഷം കെട്ടിച്ചിട്ട് ഈ വന്ന സപ്തർഷികളോട് ചോദിച്ചു, ഇവൾ എന്ന് പ്രസവിക്കുമെന്ന് ചോദിച്ചു. മുൻകൂട്ടി അറിയാവുന്നവരാണ് ഈ സപ്തർഷികൾ. അവർ പറഞ്ഞു, ഇവൻ ഒരു ഇരുമ്പുലക്ക പ്രസവിക്കും, ആ ഇരുമ്പുലക്ക നിങ്ങളുടെ കുലത്തിൻ്റെ അന്ത്യത്തിന് കാരണമാകുമെന്ന് പറഞ്ഞ് ഒരു ശാപം കൊടുത്തിട്ട് അവർ പോയി. കൃത്യം 9 മാസം കഴിഞ്ഞ് ഇവൻ ഇരുമ്പുലക്ക പ്രസവിച്ചു. ഇരുമ്പുലക്ക പ്രസവിച്ച് ആ ഇരുമ്പുലക്കയുമായിട്ട് കൃഷ്ണൻ്റെ അടുത്ത് ചെന്നു. കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം കൃഷ്ണൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ഇരുമ്പുലക്ക നിങ്ങൾ രാഗി തൊട്ടടുത്തുള്ള നദിയിൽ കൊണ്ടുപോയി ഒഴുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ രാഗി ഏറ്റവും അവസാനം ഒരു വലിയ കഷ്ണം മിച്ചം വന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയി നദിയിൽ കൊണ്ടുപോയി ഒഴുക്കി ആ തരികൾ ഈ നദിയുടെ സമീപത്ത് അടിഞ്ഞുകൂടി അതിൽ നിന്ന് ഐരപ്പുല്ലുകൾ എന്ന് പറയുന്ന ഇരുമ്പിനെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള പുല്ലുകൾ വളർന്നു വന്നു. അതുകൂടാതെ ആ വലിയ കഷ്ണം ഒരു മീൻ വിഴുങ്ങുകയും ചെയ്തു. ആ മീനിനെ ഒരു മുക്കുവൻ പിടിച്ചു. എന്നിട്ട് ആ മുക്കുവൻ ഈ മീനിനെ ഒരു വേടന് കൊടുത്തു. ആ വേടൻ കണ്ടിച്ച് നോക്കിയപ്പോൾ ഇതിനകത്ത് വലിയൊരു ഇരുമ്പ് കഷ്ണം. ആ ഇരുമ്പ് കഷ്ണം വെച്ച് ആ വേടൻ ഒരു അസ്ത്രമുണ്ടാക്കി. കുറേ കാലഘട്ടം കഴിഞ്ഞു. ഇവർ തമ്മിൽ വീണ്ടും ബഹളങ്ങളും അടിയും യാദവന്മാർ. ഏറ്റവും അവസാനം ഇവർ തമ്മിൽ തല്ലായി. ഇവർ ആ നദീ തീരത്തോട്ടിറങ്ങി അവസാനം ഐരപ്പുല്ലുകൾ വെച്ച് അവർ തമ്മിൽ തല്ലി ചാകുന്ന ഒരു കാലഘട്ടം എത്തി. അങ്ങനെ തല്ലി ചാകുന്ന കണ്ടപ്പം കൃഷ്ണനും ബലരാമനും ഏറ്റവും അവസാനം ഇറങ്ങി ഇവർ ഈ യാദവന്മാരെ എല്ലാവരെയും കൊന്നുകളയുകയാണ് ചെയ്തത്. ഏറ്റവും അവസാനം കൃഷ്ണന് സങ്കടം വന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു കാട്ടിൽ പോയി നിദ്രയിൽ ഇരുന്നു. കാല് അദ്ദേഹം നീട്ടിവെച്ച് ഇരുന്നപ്പോൾ ഈ വേടൻ, നമ്മൾ ഈ പറഞ്ഞ വേടൻ, അസ്ത്രത്തിൻ്റെ അറ്റത്ത് വിഷവും പുരട്ടി മൃഗങ്ങളെ വേട്ടയാടാൻ വന്നു. നോക്കുമ്പോൾ ഇലകൾക്കിടയിൽ ഒരു മയിലിൻ്റെ തല കണ്ടു. യഥാർത്ഥത്തിൽ മയിലിൻ്റെ തല അല്ലായിരുന്നു, അത് കൃഷ്ണൻ്റെ കാലായിരുന്നു. അത് അസ്ത്രമയച്ച് കൃഷ്ണൻ്റെ കാലിൽ കൊണ്ടു. അങ്ങനെ കൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തു എന്നാണ് കഥ. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെങ്കിലും നമുക്കറിയാം, ആ കാലഘട്ടങ്ങളിലും എഴുതിയതറിയാം 10,000 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ കാലഘട്ടത്തും ഈ മദ്യത്തിൻ്റെ ദൂഷ്യഫലത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ആ കാലഘട്ടത്ത് പോലും ഉണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും ഭീതിതമായിട്ടുള്ളൊരു വസ്തുവാണ് മദ്യം എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഏറ്റവും അവസാനത്തെ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന എഫക്റ്റ്, ഉപയോഗിച്ച് കഴിഞ്ഞ് തിരിച്ചു വരാൻ അത് ബാധിക്കുന്നത് നമ്മുടെ തലച്ചോറിനാണ്. നമുക്ക് ഹലുസിനേഷൻ, നമുക്ക് ഇല്ലാത്തത് നമുക്ക് തോന്നുന്ന സാഹചര്യത്തിലേക്ക്
വരുന്ന ഒരു വസ്തുവാണ് ഈ പറയുന്ന ഡ്രഗ്സ്.